ഇപ്പോൾ നാം നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറയിലെ മലമടക്കുകളുടെ ഏറ്റവും മുകളിലാണ്. ഈ താഴ്വാരങ്ങളിലേക്കുള്ള കാഴ്ച അതിസുന്ദരവും മനോഹരവുമാണ്. താഴെ നമുക്ക് ഇലവീഴ പൂഞ്ചിറ എന്ന പ്രസിദ്ധമായ ചിറ നമുക്ക് കാണുവാൻ കഴിയും. മാനം മുട്ടി നിൽക്കുന്ന ഹരിതാഭമായ മലമടക്കുകൾ നിറഞ്ഞ ഒരു പ്രത്യേക പ്രദേശം. പ്രകൃതി അതിൻ്റെ ഒരു വിസ്മയ ലോകത്തേക്ക് നമ്മെ മാടി വിളിക്കുന്നത് പോലെയാണ് ഇവിടെ എത്തിയാലുള്ള അനുഭവം. പൂഞ്ചിറയിലെ ഏറ്റവും മനോഹരമായൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. താഴെയുള്ള ദൃശ്യഭംഗി ഏതൊരാളെയും മനമയക്കുന്ന കാഴ്ചയാണ്. പുഴകൾ ഒഴുകി ചെറിയ തുരുത്തുകളും ഒക്കെ ആയിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ആ ജലാശയവും മലമടക്കുകളും എല്ലാം ഏതൊരു ചിത്രകാരൻ്റെയും ഭാവനയെ ഉണർത്തുന്നതാണ്. ഏതൊരു കവിയുടെയും കാവ്യ ഭാവനയെ കൂടുതൽ സർഗാത്മകം ആക്കുന്നതാണ്. ഈ കാഴ്ച തീർച്ചയായും നാം കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കാൽവരി മൗണ്ടിൽ നിന്നുള്ള ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളെയാണ്. അതിന് സമാനമാണ്, കാൽവരി മൗണ്ടിന് സമാനമാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ. ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലവീഴ പൂഞ്ചിറ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നമുക്ക് നിരവധി ഈ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ടോമിച്ചേട്ടൻ ഇപ്പോൾ സംസാരിക്കും. താഴെ മേഘങ്ങൾ, ഏറ്റവും ഉയരത്തിലുള്ളൊരു സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിരവധി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് ടോമിച്ചേട്ടൻ നമ്മളെ പരിചയപ്പെടുത്തും. ദൂരേലേക്ക് നോക്കിയാൽ ധാരാളം പള്ളികളും ഒക്കെ കാണാം. ആ പള്ളികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ ഇപ്പോൾ ടോമിച്ചേട്ടൻ പറഞ്ഞു തരും. അത് നമുക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാം. ദൂരെ രാമപുരം പള്ളി വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. വലിയ വിശാലമായ കാഴ്ചകൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാമപുരം വരെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു സവിശേഷത കൂടി ആണത്. നമുക്ക് ടോമിച്ചേട്ടൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ഈ മുട്ടൻ ടൗണിൽ നിന്ന് ഓട് ചുമന്ന് ആൾക്കാർ ചുമന്ന് കൊണ്ടുവന്ന് ഇരുമാപ്പുറ പള്ളി അവിടെ കാണുന്ന ഇരുമാപ്പുറ പള്ളി കൊണ്ടുവന്ന് ഓട് മേഞ്ഞതാണ്. അന്നത്തെ 130 വർഷം മുമ്പ് ആൾക്കാർ നടന്ന് ചുമന്ന് കൊണ്ടുവന്ന്. അന്ന് വഴിയൊന്നുമില്ല, മുട്ടം വരെ വഴിയുള്ളൂ. ഓക്കെ. ആ പള്ളിയുടെ പേരെന്താ? ഇരുമാപ്പുറ പള്ളി. ഓക്കെ. ഇവിടെ കുടിയേറ്റ ബേക്കർ പണിതാ, ഹെൻറി ബേക്കർ പണിയിപ്പിച്ചതാ. ഓക്കെ ഓക്കെ. കാലത്ത് ഈ കുടിയേറ്റ കർഷകരൊക്കെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ വഴിയില്ല, കാട്ടുമൃഗങ്ങളുണ്ട്. ആ രീതിയിൽ ശരിക്കും കഷ്ടപ്പെടുന്നു. ഇന്ന് റോഡും അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല വികസനമായി. റോഡൊക്കെ നല്ല റബ്ബറൈസ് ചെയ്തല്ലേ, മനോഹരമായ റോഡുകളൊക്കെ. ഓക്കെ ഓക്കെ. ടോമിച്ചേട്ടാ, നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. അത് ഇരുമാപ്ര, അതൊരു 130 വർഷം പഴക്കമുള്ള പള്ളിയാണ്. താഴെ കാണുന്നത് മേലോമറ്റം. ഇപ്പുറത്തെ എള്ളുപ്പുറം പള്ളി, അതും ഒരു 100-130 വർഷം പഴക്കമുള്ള ഹെൻറി ബേക്കർ എന്ന് പറയുന്ന ആൾ സ്ഥാപിച്ചതാണ്. ഓക്കെ. ഇപ്പുറത്ത് മുട്ടം, അങ്ങോട്ട് മാറുമ്പോൾ മുട്ട അങ്ങാടിയാണ് കാണുന്നത്. മുട്ടൻ ടൗൺ ആണ് കാണുന്നത്. അതിന്റെ തൊട്ട് താഴെ ഡാം, മലങ്കര ഡാം. അവിടെ ആ ഉയർന്ന ഷട്ടർ പോലെ അത് മലങ്കര ഡാം. പിന്നെ ഇത് കോളപ്പുറ, ഇങ്ങനെ ഇങ്ങോട്ട് മൂലമറ്റം. ഓക്കെ. മനോഹരമായി കാണുന്ന ആ പുഴ ഏതാണ്? അത് തൊടുപുഴയാറ്, മലങ്കര ഡാമിന്റെ വെള്ളം ഇത് കിടക്കുന്ന. ഓക്കെ ഓക്കെ. ഇവിടെ ഈ മുകളിൽ ചില സംവിധാനങ്ങളൊക്കെ കാണാം. വയർലെസ് സ്റ്റേഷന്റെ മിന്നൽ രക്ഷാചാലകം. വയർലെസ് സ്റ്റേഷൻ താഴെ അത് കണ്ടിക്കും. അത് വയർലെസ് സ്റ്റേഷനാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നവരെ മിന്നലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനം കൂടിയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മിന്നൽ രക്ഷാചാലകത്തിൻ്റെ എർത്ത് സംവിധാനമാണ് നാം ഇപ്പോൾ കാണുന്നത്. വളരെ ദൂരെ ഈ മലയുടെ ഇരുവശത്തുമായി കാണുന്നത് മാങ്കുന്നത്ത് മല, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇല്ലിക്കൽ കല്ലെന്ന ടൂറിസ്റ്റ് കേന്ദ്രവും ഇതിന് സമീപത്താണ് ഉള്ളത്.
അതിമനോഹരമായ ഒരു യാത്രയാണ്. ഞാൻ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, മുംബൈ, ഡൽഹി എല്ലാം പോയിട്ടുണ്ടെങ്കിലും ഈ ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും എന്ന് പറഞ്ഞാൽ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു കാഴ്ചയാണ്. കാണേണ്ട കാഴ്ച. എന്തൊരു കാഴ്ച. പറയാം. പെൺകിട്ടാലോചിച്ച് പലരും അടുത്താണ് പരിഷ്കാരമുള്ളൊരു മാപ്പിളയാകണമെന്നാണ്. ചക്കുണ്ണിപ്പാടത്തെ കൊച്ചുണ്ണി കാക്കൻ്റെ മൂത്ത മകനാണ്, പെൺകുട്ടി മൂത്ത മകനാണ്. ബൊമ്പയിൽ പോയി കറങ്ങി തിരിഞ്ഞവൻ നാട്ടിൽ വന്നോനെ. 5-6 പൊക്കറ്റും പഞ്ചായത്ത് ഓഫീസും ഉള്ളൊരു കുപ്പായം. അതിന്റെ സഞ്ചാരമധ്യത്തിൽ സിനിമ പെണ്ണുങ്ങളുടെ ഫോട്ടങ്ങൾ ഉണ്ടാണ്. എൻ്റെ പിന്നിൽ നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ പ്രസിദ്ധമായ ഇലവീഴ പൂഞ്ചിറ എന്ന ചിറയാണ്. ഈ ചിറയിൽ ഒരു ഇല പോലും വീഴുന്നില്ല എന്നുള്ളതാണ് പഴയ കാലത്തെ ഐതിഹ്യം. ഇലവീഴ പൂഞ്ചിറ എന്ന മനോഹരമായ എന്നാൽ ഏറെ പ്രസിദ്ധമായ ഒരു ചിറ നമുക്ക് ഒന്ന് നോക്കാം. വർഷം മുഴുവൻ ഈ കുളത്തിൽ നിറയെ ജലമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ഇത്. കോട്ടയം ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഇലവീഴ പൂഞ്ചിറ. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇവിടെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു കുളം ആണത്രേ ഇത്. ഇതിനുള്ളിൽ ഇലകളൊന്നും വീഴില്ല എന്ന് വിശ്വസിച്ചിരുന്നു. കാലക്രമേണ ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേരുണ്ടായി. സ്ഥലം നാമത്തിനു പിന്നിലെ ഐതിഹ്യം ഇതാണ്. ദൂരെ നിന്ന് കണ്ട ഇലവീഴ പൂഞ്ചിറയുടെ അടുത്ത് പോയി കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഐതിഹ്യമുള്ള പ്രസിദ്ധമായ ഇലവീഴ പൂഞ്ചിറ എന്ന ചിറ. ഈ പ്രദേശത്ത് ശക്തമായ കാറ്റ് എപ്പോഴും ഉള്ളതിനാൽ മരങ്ങളിൽ നിന്നുള്ള ഇല ഒന്നും താഴെ ചിറയിലേക്ക് വീഴില്ല എന്നാണ് പറയുന്നത്. മരങ്ങളിൽ നിന്ന് ഇലയെ ദൂരങ്ങളിലേക്ക് പറപ്പിച്ചു കൊണ്ടുപോകും എന്നാണ് വിശ്വാസം. സ്ഥലനാമത്തിന് പിന്നിലെ ഐതിഹ്യമാണ് ഇവിടെ പറഞ്ഞത്. ശാസ്ത്രീയമായി ഇത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഗ്ലോബൽ ട്രാവൽ ലീഡർ ഒരു ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഞങ്ങൾ നടത്തുന്ന എല്ലാ യാത്രകളിലേക്കും നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ആവശ്യപ്പെടുന്ന യാത്രയും ഞങ്ങൾ ക്രമീകരിച്ച് നടത്തി തരുന്നതാണ്. നിങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.